ഇന്ത്യ-US വ്യാപാര കരാർ നിക്ഷേപകരെ വിപണിയിലേക്ക് ആകർഷിക്കും. നിക്ഷേപകന്റെ ലാഭം നിശ്ചയിക്കുന്നത് കമ്പനികളുടെ യഥാർത്ഥ വരുമാനമെന്ന് ബാങ്ക് ഓഫ് അമേരിക്ക. ഇന്ത്യൻ വിപണി ഇപ്പോൾ തന്നെ ഉയർന്ന വാല്യുവേഷനിലാണ്. അതിനാൽ തന്നെ കേവലം വികാരങ്ങളുടെ പുറത്തല്ല, മറിച്ച് കമ്പനികളുടെ ലാഭ വളർച്ചയുടെ അടിസ്ഥാനത്തിലായിരിക്കും ഇനിയുള്ള നിക്ഷേപകരുടെ നീക്കങ്ങൾ. ഈ വർഷം നിഫ്റ്റിയിൽ 12% നേട്ടമാണ് പ്രതീക്ഷിക്കുന്നത്. കമ്പനി വരുമാനത്തിൽ 14% വളർച്ചയുണ്ടാകുമെന്നാണ് വിലയിരുത്തൽ. ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ചർച്ചകളെ സുഹൃത്തുക്കൾ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസമെന്നാണ് ബാങ്ക് ഓഫ് അമേരിക്ക സെക്യൂരിറ്റീസിന്റെ ഇന്ത്യ ഇക്വിറ്റി ഹെഡ് അരവിന്ദ് മഹേശ്വരി വിശേഷിപ്പിച്ചത്. അമേരിക്കൻ അംബാസിഡറുടെ ശുഭകരമായ സൂചനകൾ വിപണിക്ക് ഒരു സെന്റിമെന്റ് ബൂസ്റ്റ് നൽകും. എന്നാൽ വിപണിയുടെ ദീർഘകാല വളർച്ചയ്ക്ക് അടിസ്ഥാനം കമ്പനികളുടെ ലാഭക്ഷമത തന്നെയാണെന്ന് അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നു. കൊറിയ, തായ്വാൻ, ജപ്പാൻ തുടങ്ങിയ രാജ്യങ്ങൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, സെമി കണ്ടക്ടർ മേഖലകളിൽ മുന്നിട്ടു നിൽക്കുന്നതാണ് വിദേശ നിക്ഷേപത്തെ അങ്ങോട്ട് ആകർഷിക്കുന്നത്. ഇന്ത്യയിൽ ഇത്തരം ലിസ്റ്റഡ് കമ്പനികൾ കുറവായത് ഒരു തിരിച്ചടിയാണ്. എങ്കിലും അമേരിക്കയിൽ പലിശ നിരക്ക് കുറയുന്നതോടെ വിദേശ പണം ഇന്ത്യയിലേക്ക് വീണ്ടും ഒഴുകിയെത്താൻ തുടങ്ങുമെന്നും സെല്ലിംഗ് പ്രഷർ അവസാനിക്കുമെന്നും റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. ബാങ്കുകൾക്കും ധനകാര്യ സ്ഥാപനങ്ങൾക്കും വരുമാനത്തിൽ വ്യക്തമായ വളർച്ചാ സാധ്യതയുണ്ട്. വരാനിരിക്കുന്ന സർക്കാർ ശമ്പള വർധനവും നികുതി പരിഷ്കാരങ്ങളും ബജറ്റിലെ പ്രഖ്യാപനങ്ങളും ഉപഭോഗ മേഖലയ്ക്ക് കരുത്താകുമെന്നും അദ്ദേഹം പറഞ്ഞു. 2026-27 സാമ്പത്തിക വർഷത്തോടെ കൂടുതൽ സെക്ടറുകളിലേക്ക് ഈ വളർച്ച വ്യാപിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു.